നേതാക്കളെ നിർവചിക്കുന്നത് എന്താണ്? നേതാക്കൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അടിസ്ഥാനപരമായി നേതൃത്വം എന്നാൽ ആളുകൾ നിങ്ങളെ ഒരു ഉയർന്ന സ്ഥാനത്ത് ഇരിക്കാൻ അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ ആ ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് സ്വാഭാവികമായും നിങ്ങളെ നേതാവാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ ആ ഉൾക്കാഴ്ച നിങ്ങൾക്കൊരു പ്രത്യേക കഴിവ് നൽകുന്നു. പക്ഷേ നിങ്ങളുടെ ഉൾക്കാഴ്ചയെ എല്ലാവരും ഉൾക്കൊള്ളാനുള്ള കഴിവുമായി ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോയ അതേ ആളുകൾ നിങ്ങളെ താഴേക്ക് വലിച്ചിടും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടാതെ പ്രചോദനവും പ്രധാനമാണ്. നിങ്ങൾക്ക് മതിയായ പ്രചോദനമില്ലെങ്കിൽ നേതൃത്വം ക്ഷീണിപ്പിക്കുന്ന ഒരു ജോലിയാകാം. നിങ്ങളുടെ ഉൾക്കാഴ്ച ആഴമുള്ളതായിരിക്കണം. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അത് കാണാത്ത എല്ലാവർക്കും വളരെ മൂല്യമുള്ളതായിരിക്കണം. അത് പ്രവൃത്തിയിലേക്കും ജീവിതത്തിലേക്കും വിവർത്തനം ചെയ്യേണ്ടതുണ്ട്. അത് വിവർത്തനം ചെയ്യാനുള്ള ആവശ്യമായ സമഗ്രത നിങ്ങൾക്കുണ്ടാകണം. കൂടാതെ അതിൽ നിരന്തരം ഏർപ്പെടാനുള്ള പ്രചോദനവും നിങ്ങൾക്കുണ്ടായിരിക്കും.